കാഷ്യൂ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് 1972 മുതൽ 2005 വരെയുള്ള മുഴുവൻ കടബാധ്യതയും സർക്കാർ ഏറ്റെടുത്ത ശേഷമാണ് എം.ഡി.ആയി കെ.എ. രതീഷിനെ നിയമിച്ചത്. ഇതിനുശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം 400 കോടിയോളം രൂപയാണ്. കശുവണ്ടി മേഖലയിലെ മറ്റൊരു സഹകരണ സ്ഥാപനമായ കാപെക്സിനെ തകർക്കാൻ നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് എൽ.ഡി.എഫ് ഭരണകാലത്ത് ജെ. മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ രതീഷിനെതിരെ രംഗത്തെത്തിയിരുന്നു. കശുവണ്ടി കോർപ്പറേഷനിൽ അഴിമതിയുണ്ടെന്ന 2008-ലെ സി.എ.ജി. റിപ്പോർട്ട് ഉയർത്തി രതീഷിനെ മാറ്റണമെന്ന് മേഴ്സിക്കുട്ടിയമ്മ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമിന്റെ പിന്തുണയാണ് അന്ന് രതീഷിനെ രക്ഷിച്ചത്. ഒടുവിൽ അഴിമതിയെക്കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.എ. എബ്രഹാമിനെ മാറ്റണമെന്നാവശ്യവുമായി കഴിഞ്ഞ മാസം ചെയർമാൻ ആർ. ചന്ദ്രശേഖരൻ നിരാഹാരമനുഷ്ഠിച്ചപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ളവർ നേരിട്ട് സമരപ്പന്തലിലെത്തി പിന്തുണ നൽകിയിരുന്നു. അഴിമതി അന്വേഷണം സി.ബി.ഐയിലേക്ക് എത്തുന്നതോടെ ഇനിയും അഴിമതിക്കാരെ വെള്ളപൂശിയാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് സി.പി.എം നിലപാട്. ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് ഇപ്പോൾ ഇരുന്നൊരു കാര്യമില്ല. കാരണം ഈ കാര്യത്തിനകത്ത് തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അതിനകത്തുള്ളത്. ആ നിലയിലാണുള്ളത്. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമെല്ലാം സാധാരണഗതിയിൽ അല്ലാതെ തന്നെ നടക്കുന്നതാണ്. ഇപ്പോൾ അത് ഇങ്ങനൊരു സാഹചര്യം വരുമ്പം അതിനകത്തുനിന്ന് രാജിവെക്കുക എന്നുള്ള സമീപനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചെയർമാൻ രാജിവെക്കുന്നതിനാൽ കാഷ്യൂ കോർപ്പറേഷനിലെ മറ്റ് 3 ട്രേഡ് യൂണിയൻ അംഗങ്ങളും രാജിവെച്ചേക്കും. എൽ.ഡി.എഫ് സർക്കാർ നിയമിച്ച അതേ ഡയറക്ടർ ബോർഡിനെ തന്നെ യു.ഡി.എഫ് ഭരണകാലത്തും സമ്മർദ്ദം മൂലം സർക്കാർ നിലനിർത്തുകയായിരുന്നു. 10 വർഷം കാഷ്യൂ കോർപ്പറേഷനിൽ നടന്ന അഴിമതിയിൽ അതുകൊണ്ടുതന്നെ ചെയർമാനെയും എം.ഡിയെയും കൂടാതെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രതിസ്ഥാനത്താണ്. ശമർ ബാബു, മീഡിയ 1, കൊല്ലം.